PSC വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇന്ത്യൻ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ പഴയ പാഠപുസ്തകത്തിലെയും പുതിയ പാഠപുസ്തകത്തിലെയും കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസ്സാണിത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും അതുപോലെ വളരെ ബേസ് ആയിട്ടുള്ള ക്ലാസ്സാണ്. വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ക്ലാസ് കാണാനായിട്ട് ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യം നമ്മൾ പഴയ പാഠപുസ്തകത്തിലെ 11ാമത്തെ ചാപ്റ്ററായ നമ്മുടെ ഇന്ത്യ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിന് ശേഷം നമുക്ക് പുതിയ പാഠപുസ്തകം ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ആദ്യം തന്നിരിക്കുന്നത് ഇന്ത്യ സ്ഥാനവും അയൽ രാജ്യങ്ങളും എന്നാണ്. അതിൽ ഇന്ത്യേൻ്റെ സ്ഥാനം, അതായത് ഇന്ത്യ ഏത് ഭൂഖണ്ഡത്തിൻ്റെ ഭാഗമാണ് എന്നൊക്കെയുള്ള ആ ഒരു കാര്യം നമുക്ക് നോക്കാം. എന്നിട്ട് അയൽ രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചർച്ച ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഭൂഖണ്ഡത്തിൽ ഇന്ത്യേൻ്റെ സ്ഥാനം നോക്കാം. അപ്പോൾ 7 ഭൂഖണ്ഡങ്ങളാണുള്ളത്. അതിൽ ഏഷ്യയിലാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. നോക്കുക, ഏതൊക്കെയാണ് 7 ഭൂഖണ്ഡങ്ങൾ? തെക്കേ അമേരിക്ക, യൂറോപ്പ്, വടക്കേ അമേരിക്ക, ആഫ്രിക്ക, ഏഷ്യ, ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക. ഓർമ്മിക്കണേ, ഇതൊക്കെ ചോദ്യങ്ങളാണ്. അപ്പോൾ ഓർമ്മിക്കുക, ഏതൊക്കെയാണ് 7 ഭൂഖണ്ഡങ്ങൾ അഥവാ വൻകരകൾ? ഏതൊക്കെയാണ്? തെക്കേ അമേരിക്ക, യൂറോപ്പ്, വടക്കേ അമേരിക്ക, ആഫ്രിക്ക, ഏഷ്യ, ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക. അതിൽ ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഏഷ്യയിലാണ് കേട്ടോ. ഓക്കെ, ഇതാണ് ഇന്ത്യയെപ്പറ്റി ഏറ്റവും ബേസായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. അടുത്തത് ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളാണ് നോക്കുന്നത്. അപ്പോൾ ഓർക്കുക, ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാം. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, ബർമേൻ്റെ മറ്റൊരു പേരാണ് മ്യാൻമർ, ബംഗ്ലാദേശ്, അതുപോലെ ശ്രീലങ്ക, പിന്നെ മാലിദ്വീപ്സും. അപ്പോൾ ഓർമ്മിക്കുക, ഇന്ത്യയുമായിട്ട് കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ് പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, ബർമ, അതുപോലെ ബംഗ്ലാദേശ്. അതുപോലെ ഇന്ത്യയുമായിട്ട് സമുദ്ര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ് ശ്രീലങ്കയും മാലിദ്വീപ്സും. അത് ഇത്രയും കാര്യങ്ങൾ ഓർമ്മിച്ച് വെക്കുക കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് തവണ PSC ചോദിച്ച ചോദ്യങ്ങളാണ്. അതുകൊണ്ട് നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. ഓക്കെ, ഈ മാപ്പ് കണ്ടാൽ മനസ്സിലാവുന്നില്ലേ? അപ്പോൾ മാപ്പ് നോക്കുന്ന അറിയാം എന്താണ്. സമുദ്ര അതിർത്തി പങ്കിടുന്നത് ശ്രീലങ്കയും മാലിദ്വീപുമാണ്. കര അതിർത്തി പങ്കിടുന്നത് അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, ബർമ, ബംഗ്ലാദേശ്. അപ്പോൾ ഓർമ്മിക്കുക, 7 രാജ്യങ്ങളുമായിട്ടാണ് കര അതിർത്തി പങ്കിടുന്നത്. 2 രാജ്യങ്ങളുമായിട്ട് സമുദ്ര അതിർത്തിയും പങ്കിടുന്നുണ്ട്. അടുത്തത് ഇന്ത്യേൻ്റെ സംസ്ഥാനങ്ങളെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിൽ നിലവിൽ 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് ഉള്ളത്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ഇതിൽ തന്നത് 29 സംസ്ഥാനം എന്നൊക്കെയാണ്. അതൊന്നും നോക്കണ്ട. അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ കാര്യം പറയാം. അപ്പോൾ ഓർമ്മിക്കുക, 28 സംസ്ഥാനവും 8 കേന്ദ്രഭരണ പ്രദേശവും. അതുപോലെ ഇതിൽ ഈ ടെക്സ്റ്റ് ബുക്കിൽ ഒരു പുതിയതായിട്ടുള്ളൊരു ഫാക്ടർ വന്നിട്ടുണ്ട്. അതെന്താണെന്ന് നോക്കാം. പിന്നെ 2014 ജൂൺ മാസത്തിൽ ആന്ധ്രാപ്രദേശ് സംസ്ഥാനം സീമാന്ധ്ര, തെലങ്കാന എന്നിങ്ങനെ 2 സംസ്ഥാനങ്ങളായി വിഭജിക്കപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഓർമ്മിക്കുക, ആന്ധ്രാപ്രദേശ് 2014 ജൂൺ മാസത്തിൽ എന്ത് ചെയ്തു? 2 സംസ്ഥാനങ്ങളാക്കി വിഭജിക്കപ്പെട്ടു. ഏതൊക്കെയാണത്? സീമാന്ധ്ര അഥവാ ആന്ധ്രാപ്രദേശ് തന്നെയാണ് ഈ സീമാന്ധ്ര എന്ന് പറയുന്നത്, പിന്നെ തെലങ്കാനയും. അപ്പോൾ ഈ സീമാന്ധ്രയുടെ അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നത് ഏതാണ്? അമരാവതിയാണ്. അതുപോലെ തെലങ്കാനയുടെ തലസ്ഥാനം എന്ന് പറയുന്നത് ഹൈദരാബാദാണ്. ഇത്രയും കാര്യങ്ങൾ ഓർമ്മിക്കുക. അടുത്ത് നമുക്ക് ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്നും അതിൻ്റെ തലസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്നും അതുപോലെ കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഏതൊക്കെയാണെന്നും നോക്കാം. ഇന്ത്യയിലെ സംസ്ഥാനങ്ങളും തലസ്ഥാനങ്ങളുമാണ് പറയുന്നത്. അപ്പോൾ ഓരോന്നും നോട്ട് ചെയ്ത് വെക്കുക, ഓർമ്മിച്ച് വെക്കുക. കേരളത്തിൻ്റെത് അറിയാം, തിരുവനന്തപുരം. തമിഴ്നാടിൻ്റെത് ചെന്നൈ ആണ് അല്ലേ. കർണാടകത്തിൻ്റെത് ബാംഗ്ലൂരാണ്. ആന്ധ്രാപ്രദേശിൻ്റെത്
അമരാവതിയാണ് അല്ലേ. ആന്ധ്രാപ്രദേശ് എന്നായിരുന്നു വിഭജിച്ചത്, രണ്ടായി തിരിച്ചത് എന്നായിരുന്നു? തെലുങ്കാനയും അതുപോലെ ആന്ധ്രാപ്രദേശും ആക്കിയത് എന്നായിരുന്നു? 2014 ജൂണിലല്ലേ. അത് ഓർമ്മിച്ച് വെക്കുക കേട്ടോ. അതുപോലെ ആന്ധ്രാപ്രദേശിൻ്റെ തലസ്ഥാനം അമരാവതി, തെലങ്കാനയുടേത് ഹൈദരാബാദ്, മഹാരാഷ്ട്രയുടെ തലസ്ഥാനം ഏതാണ്? മുംബൈ ആണ് അല്ലേ, മുംബൈ. പിന്നെ ഏതാണ്? പിന്നെ ഛത്തീസ്ഗഡിൻ്റെ ഏതാണ്? റായ്പൂർ ആണ് കേട്ടോ. ഛത്തീസ്ഗഡ്, റായ്പൂർ. ഒറീസേൻ്റെ ഏതാണ്? ഒഡീഷ, ഭുവനേശ്വർ ആണ് കേട്ടോ. ഒഡീഷ, ഭുവനേശ്വർ. ഛത്തീസ്ഗഡ്, റായ്പൂർ. മധ്യപ്രദേശ്, ഭോപ്പാൽ അല്ലേ. അതുപോലെ പിന്നെ ഗോവയുടെ ഏതാണ്? പനാജി അല്ലേ. ഗോവ, പനാജി. ഗുജറാത്ത് ഗാന്ധിനഗർ ആണ് അല്ലേ. ഗുജറാത്ത് ഗാന്ധിനഗർ. പിന്നെയോ ഏതാണ്? ഝാർഖണ്ഡ്, റാഞ്ചി കേട്ടോ. ഝാർഖണ്ഡിൻ്റെത് റാഞ്ചി. ഛത്തീസ്ഗഡിൻ്റെത് റായ്പൂർ. പിന്നെയോ പശ്ചിമ ബംഗാൾ ഏതാണ്? കൊൽക്കത്ത. പശ്ചിമ ബംഗാളിൻ്റെ തലസ്ഥാനം കൊൽക്കത്ത. ബീഹാറിൻ്റെത് പാറ്റ്ന. ഓർമ്മിക്കുക, ബീഹാർ പാറ്റ്ന. ഉത്തർപ്രദേശ് ലക്നൗ ആണ് കേട്ടോ. ഉത്തർപ്രദേശ് ലക്നൗ. രാജസ്ഥാൻ്റെ ഏതാണ്? ജയ്പൂർ അല്ലേ. രാജസ്ഥാൻ്റെത് ജയ്പൂർ. ഹരിയാനേൻ്റെ ഏതാണ്? പഞ്ചാബിൻ്റേതും ഹരിയാനയുടേതും ഏത് തന്നെയാണ്? പഞ്ചാബിൻ്റേതും ഹരിയാനയുടേതും ഇത് തന്നെയാണ്? ചണ്ഡീഗഡ് ആണ് രണ്ടിൻ്റെയും. പഞ്ചാബ് ചണ്ഡീഗഡ്, ഹരിയാന ചണ്ഡീഗഡ്. ഇത് ഓർമ്മിച്ച് വെക്കുക കേട്ടോ. അതുപോലെ ഉത്തർപ്രദേശ് നമ്മൾ പറഞ്ഞു ലക്നൗ ആണ്. ഉത്തരാഖണ്ഡ് ഏതാണ്? ഡെറാഡൂൺ ആണ് കേട്ടോ. ഉത്തരാഖണ്ഡ്, ഡെറാഡൂൺ. ഹിമാചൽ പ്രദേശിൻ്റെ ഏതാണ്? ഷിംലയാണ്, ഹിമാചൽ പ്രദേശ്, ഷിംല. അപ്പം അടുത്തത് ഏതാണ്? നമുക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഏതാണ്? സിക്കിമിൻ്റെത് ഗാങ്ടോക്ക് ആണ് കേട്ടോ. സിക്കിം, ഗാങ്ടോക്ക്. അതുപോലെ അരുണാചൽ പ്രദേശിൻ്റെ ഏതാണ്? അരുണാചൽ പ്രദേശ്, ഇറ്റാനഗർ. ആസാമിൻ്റെത് ദിസ്പൂർ, ദിസ്പൂർ. നാഗാലാൻഡിത് കൊഹിമ, മണിപ്പൂരിൻ്റെ ഏതാണ്? ഇംഫാൽ, അല്ലേ. മണിപ്പൂർ എന്ന് പറയുമ്പോൾ അല്ലേ, മണി എന്ന് പറഞ്ഞാൽ പൈസ ഇമ്പോർട്ടൻ്റ് അല്ലേ. അപ്പം മണിപ്പൂർ, ഇംഫാൽ അങ്ങനെ കണക്ട് ചെയ്തൂടെ. അതുപോലെ മധ്യപ്രദേശിൻ്റെത് നമുക്ക് കണക്ട് ചെയ്യാലോ. ഏതാണ്? ഭോപ്പാലാണ് അല്ലേ. മധ്യപ്രദേശ്, മദ്യവും പാലും. ഭോപ്പാലിൻ്റെ പാലും ആകുമ്പോൾ രണ്ടും വിരുദ്ധാഹാരങ്ങളാണ് അല്ലേ. അപ്പോൾ അത് അങ്ങനെ കണക്ട് ചെയ്ത് വെക്കുക, മദ്യവും പാലും. പിന്നെ മണിപ്പൂരിൻ്റെത് മണി ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. മണിപ്പൂർ, ഇംഫാൽ, അത് അങ്ങനെ കണക്ട് ചെയ്യുക. അതുപോലെ പിന്നെ ഏതാണ്? മേഘാലയ, ഷില്ലോങ് ആണ് അല്ലേ. മേഘം എന്ന് പറഞ്ഞാൽ മേഘാലയൻ്റെ മേഘം. ഷില്ലോങ് എന്ന് പറഞ്ഞാൽ ലോങ് ആയിട്ടുള്ള മേഘം എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്ത് വെക്കുക. അതുപോലെ മിസോറാം, ഐസ്വാൾ അല്ലേ. ഐസ്വാൾ. ത്രിപുരേൻ്റെ ഏതാണ്? ത്രിപുര, അഗർത്തല. പിന്നെ ഏതാണ്? ഏതെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടോ? ആസാം, ദിസ്പൂർ. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഓർമ്മിക്കുക. അരുണാചൽ പ്രദേശ് ഇറ്റാനഗർ, നാഗാലാൻഡ് കൊഹിമ, ആസാം ദിസ്പൂർ, മേഘാലയ ഏതാണ്? ഷില്ലോങ് ആണ് അല്ലേ. പിന്നെയോ ത്രിപുര അഗർത്തലയാണ്, മിസോറാം ഐസ്വാൾ, മണിപ്പൂർ ഇംഫാൽ, സിക്കിമിൻ്റെ ഏതാണ്? ഗാങ്ടോക്ക് ആണ് കേട്ടോ. അതുപോലെ പശ്ചിമ ബംഗാളിൻ്റെ ഏതാണ്? കൊൽക്കത്തയാണ്. ബീഹാറിൻ്റെത് പാറ്റ്ന. പിന്നെ ഏതാണ്? ഉത്തർപ്രദേശ് ലക്നൗ ആണ്. ഝാർഖണ്ഡിൻ്റെത് റാഞ്ചിയാണ്. പിന്നെ ഒഡീഷേൻ്റെ ഏതാണ്? ഭുവനേശ്വർ ആണ് അല്ലേ. ഛത്തീസ്ഗഡിൻ്റെ ഏതാണ്? റായ്പൂർ ആണ്. പിന്നെയോ തെലങ്കാനേൻ്റെത് ഹൈദരാബാദ്. ആന്ധ്രാപ്രദേശിൻ്റെത് അമരാവതി. തമിഴ്നാടിൻ്റെ ഏതാണ്? ചെന്നൈ ആണ്. കേരളം തിരുവനന്തപുരം. കർണാടകം ബാംഗ്ലൂരാണ്. മഹാരാഷ്ട്ര മുംബൈ ആണ്. ഗോവ പനാജി. മധ്യപ്രദേശ് ഭോപ്പാൽ. രാജസ്ഥാൻ ജയ്പൂർ അല്ലേ. രാജാക്കന്മാർക്ക് നമ്മൾ ജയ് വിളിക്കൂലേ രാജാക്കന്മാരെയൊക്കെ കാണുമ്പോൾ, അപ്പോൾ ജയ്പൂർ അങ്ങനെ കണക്ട് ചെയ്താൽ. പിന്നെ ഗുജറാത്തിൻ്റെ ഏതാണ്? ഗാന്ധിനഗറാണ് അല്ലേ. ഗുജറാത്തിലാണ് നമ്മളെ ഗാന്ധിജി ജനിച്ചത്. അതുകൊണ്ട് അതൊന്നും ആരോടും മാറിപ്പോവില്ല, അങ്ങനെ കണക്ട് ചെയ്യുക. ഗുജറാത്ത് ഗാന്ധിനഗർ അല്ലേ. പിന്നെയോ പിന്നെ ഏതാണ്? രാജസ്ഥാൻ ജയ്പൂർ പറഞ്ഞു. ഉത്തർപ്രദേശ് ലക്നൗ. പിന്നെ പഞ്ചാബിൻ്റേതും ഹരിയാനയുടെയും ഏതാണ്? ചണ്ഡീഗഡ് ആണ് കേട്ടോ. പിന്നെ ഉത്തരാഖണ്ഡ് ഡെറാഡൂൺ.
ഹിമാചൽ പ്രദേശ് ഏതാണ്? ഷിംലയാണ് കേട്ടോ. ഹിമാചൽ പ്രദേശിലെ ഹിമാലയത്തിലൊക്കെ പോയാൽ പിന്നെ സിമ്മൊന്നും ഉണ്ടാവില്ല അല്ലേ, ഷിംല എന്നുള്ളത് അങ്ങനെ കണക്ട് ചെയ്ത് വെക്കുക കേട്ടോ. റേഞ്ചൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ അങ്ങനെ കണക്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഇന്ത്യയിലെ ഓരോ സംസ്ഥാനങ്ങളും അതിൻ്റെ തലസ്ഥാനങ്ങളുമാണ് ഇത്രയും നേരം പറഞ്ഞത്. ഇനി നമുക്ക് 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുണ്ട്, അവ ഏതൊക്കെയാണെന്ന് നോക്കാം. അടുത്തത് ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഡൽഹി അല്ലേ, ഫസ്റ്റ് വൺ ഡൽഹിയാണ്. ഡൽഹി എന്ന് പറയുന്നത് നമുക്കറിയാം ഇന്ത്യയുടെ തലസ്ഥാനമാണ് അല്ലേ. അപ്പോൾ ഇതൊരു കേന്ദ്രഭരണ പ്രദേശം കൂടിയാണ്. അതുപോലെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ അല്ലേ, ഇതും എന്താണ്, ഒരു കേന്ദ്രഭരണ പ്രദേശമാണ്. ചണ്ഡീഗഡ് അല്ലേ, ചണ്ഡീഗഡ്. ദാദ്ര ആൻഡ് നഗർ ഹവേലി ആൻഡ് ദാമൻ ആൻഡ് ദിയു അല്ലേ, ദാദ്ര നഗർ ഹവേലി ആൻഡ് ദാമൻ ആൻഡ് ദിയു. അതുപോലെ ജമ്മു ആൻഡ് കാശ്മീർ, ലഡാക്ക്, ലക്ഷദ്വീപ്, പുതുച്ചേരി. അപ്പോൾ ഏതൊക്കെയാണ്? ഡൽഹി, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, ചണ്ഡീഗഡ്, ദാദ്ര നഗർ ഹവേലി ആൻഡ് ദാമൻ ആൻഡ് ദിയു, ജമ്മു ആൻഡ് കാശ്മീർ, ലഡാക്ക്, ലക്ഷദ്വീപ്, പുതുച്ചേരി. അപ്പോൾ ഇത്രയും കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് ഇന്ത്യയിലുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞത് ക്ലിയർ അല്ലേ? അപ്പം ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ പാർട്ട് 2 വീഡിയോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് ഇത് വൃത്തിക്ക് നോട്ട് എഴുതി കാര്യങ്ങൾ മനസ്സിലാക്കി മാപ്പൊക്കെ നോക്കി പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.